നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് നിന്നും അതിദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ മാസം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറിയ വെളുന്നല്ലൂർ സ്വദേശി ലിവിനെയാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിക്കുള്ളിൽ ലിവിനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് അച്ഛനും മുത്തച്ഛനും ലിവിനയും മാത്രമായിരുന്നു. രാവിലെ ഏറെ കഴിഞ്ഞിട്ടും ലിവിന മുറി തുറക്കുന്നില്ല. ഇതേ തുടർന്ന് വീട്ടുകാർക്ക് സംശയം തോന്നുന്നു. അവർ വാതിൽ മുട്ടുന്നു, തുറക്കുന്നില്ല. ഇതോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറി. അപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്? കാരണം വ്യക്തമല്ല. കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം വെള്ളിയാഴ്ച നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് പെൺകുട്ടിയെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി 18കാരി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വളരെ വേദന ഉളവാക്കുന്നതായിരുന്നു. അതായത് അയൽവാസി വീട്ടിൻ്റെ മുന്നിലെത്തി ഒരുപാട് അസഭ്യം പറയുന്നു. അവർക്കിടയിലെ ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 45 വയസ്സുകാരിയായ രാജം എന്ന പ്രതി ഈ പെൺകുട്ടിയുടെ വീട്ടിനടുത്തെത്തി അവരെ അസഭ്യം പറയുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ മനോവിഷമത്തിലായിരുന്നു തിരുവനന്തപുരം വെങ്ങാനൂര് അനുഷ എന്ന 18 വയസ്സുകാരി തൂങ്ങി മരിച്ചത്. ഈ തൂങ്ങി മരിക്കുന്നതിന് മുന്നേ പിതാവിനെയൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ ഇതിന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവരൊരുപാട് ചീത്ത പറഞ്ഞു എന്നതടക്കമുള്ള പരാതികളായിരുന്നു ഈ അനുഷ പിതാവിനെ വിളിച്ച് മരണത്തിന് തൊട്ട് മുൻപ് പറഞ്ഞത്. അതായത് ഈ അയൽവാസിയുടെ മകൻ ഒരു വിവാഹം കഴിച്ചിരുന്നു. ആദ്യ ഭാര്യ പോയി, രണ്ടാമത്തെ ഭാര്യയെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ആദ്യ ഭാര്യയ്ക്ക് രണ്ടാമത്തെ ഭാര്യയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടത്തുള്ള വിവരങ്ങൾ ഈ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നു എന്ന ഒരു പ്രശ്നമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ആദ്യ ഭാര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ വീട്ടിലേക്ക് എത്തിയത് ഇവരുടെ പറമ്പ് വഴിയാണ് എത്തിയത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഇവർ വഴക്കുണ്ടാക്കിയതും ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ മുന്നിലെത്തി ഇവർ വഴക്ക് പറഞ്ഞതും. അപ്പോൾ ഇത് ആ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള മനോവിഷമം ഉണ്ടാക്കുകയും തൂങ്ങി മരിക്കുകയുമായിരുന്നു. ബന്ധുക്കൾക്കൊക്കെ വലിയ നടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരുന്നു. എന്തായാലും വീട്ടുകാർ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജം എന്ന് പറയുന്ന അയൽവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മലയാളി വാർത്തയോട് ഈ പെൺകുട്ടിയുടെ ബന്ധു നിർണായകമായ ചില കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. എൻ്റെ ചേച്ചിയുടെ മോളാണ്. ഇപ്പോൾ IT അഡ്മിഷൻ എടുത്തേ ഉള്ളൂ. ഇപ്പോൾ സ്മാർട്ടാണ്, എല്ലാ കാര്യത്തിലും നല്ല പൊക്കെയാണ്. പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അവർ പ്രഭാതം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പുള്ളി എൻ്റെ മോക്ക്, അതായത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. അപ്പം മോക്ക് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഇതിലായിരുന്നു. മോള് വീട്ടിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ആ സമയത്താണ് തൊട്ടടുത്തുള്ള അയൽവാസി അവർ വന്നിട്ട് ഭയങ്കര തെറി വിളിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ട് വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെ എൻ്റെ മോക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മോള് അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു, അച്ഛാ ഇങ്ങനെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മളെ തൊട്ട അയൽവാസി വന്നിട്ട് നമ്മളെയൊക്കെ വഴക്ക് പറയണം, അങ്ങനെയൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കണത്, ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ന്യായം കിട്ടൂല അച്ഛ എന്നും പറഞ്ഞ് നമ്മളെ ഇവിടെ വിട്ടു പോയി. പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ആ വീട്ടിലെ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു. അവർ വേറൊരു ആളുമായിട്ട് ഇറങ്ങിപ്പോകാനുള്ള അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ആ ചെറുക്കൻ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവള് പിന്നെ ആ സ്ത്രീ അവളെ വീട്ടിൽ പോയതിന് ശേഷം അവൻ വേറെ കല്യാണം കഴിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞില്ല, പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സ്ത്രീ ഇന്നലെ ഈ വീട്ടിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു മതിലാണ്. അപ്പൊ ഒരു മതിലായതുകൊണ്ട് അവളെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് അവളെ വീട്ടിൽ പോയെന്നും പറഞ്ഞു അവളെ രണ്ടാം ഭാര്യയെ വന്ന്, അങ്ങനെയാണ് എൻ്റെ മോളെ വഴക്ക് പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടത്. ആ കൊച്ചുകുട്ടി പിഞ്ചു. എനിക്ക് എത്ര പറയാനുള്ളൂ, നീതി കിട്ടണം. ഇത് എങ്ങനെയെങ്കിലും ഏത് ലാസ്റ്റ് വേണമെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഇത് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഈ കുടുംബത്തിന്, എൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും ലെവൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഇവിടെ ഇപ്പം എൻ്റെ ചേച്ചിയുണ്ട്. അവിടുത്തെ കേസ് അറിഞ്ഞൂടെ. അവിടെ വന്നിട്ട് ഒരാണ് വരെ ഇവിടെ വന്ന് ചീത്ത വിളിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ആ സമയത്ത് ഞാൻ എത്തിയില്ല, ലേറ്റായിപ്പോയി ഞാൻ എത്തിയപ്പോൾ.
ഇവര് നേരത്തെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ വഴക്കുറി അങ്ങനെ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയില്ല പ്രശ്നമൊന്നും. വഴിതർക്കമൊന്നുമല്ല ഇത്. അതായത് ആ ആദ്യത്തെ ഭാര്യയ്ക്ക് ഈ കൊച്ചാണ് ഇങ്ങനെ ഇവരെ കുടുംബമാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരൊന്നും അറിയുന്നില്ല. ഒരു ചെവര് മാത്രമേ ഉള്ളൂ, വേറെ അല്ലാതെ ഒരു ടച്ച്മെന്റ് ഒരു കാര്യവും അവരില്ല. ചുമ്മാ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതാണ്. എൻ്റെ കൊച്ചിന് മനസ്സ് നൊന്താണ് പോയത്. നീതി കിട്ടണം, നീതി കിട്ടിയേ പറ്റുള്ളൂ. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്തിട്ടുണ്ട്. സാറന്മാരെല്ലാവരും എല്ലാം ആക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാം ഇതുവരെയ്ക്കും അറസ്റ്റോ അങ്ങനെ ഒരു കാര്യം ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല. ഈ സംഭവത്തിന് ആവുമെന്ന് നമുക്കൊരു നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം എന്തായാലും അത്രയ്ക്ക് വിശ്വാസമുണ്ട്. നമ്മളാ നീതി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സംഭവത്തിന് ശേഷം ആ വീട്ടുകാരെ കണ്ടിരുന്നോ? ഇല്ല, നമ്മളങ്ങോട്ട് ഇതുവരെയ്ക്കും നമ്മളത് നമുക്ക് ആ ഒരു അവസ്ഥയിലല്ല നമുക്ക് നമ്മളെ മോളെ നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാനും നമ്മൾ പ്രശ്നത്തിനോ ഒന്നിനും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ പോയായിരുന്നു. ആളെ പറ്റി അതിനെ ഞാൻ തിരക്കിയൊന്നുമില്ല. ഞാൻ പിന്നെ ഇവിടുത്തെ കാര്യത്തിലായിട്ടൊക്കെ, കാരണം അളിയനും തീരാ അവസ്ഥയാണ്. അപ്പൊ ഈ അനുഷയുടെ അച്ഛനും അമ്മയും എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് അവരിപ്പം എന്ത് ചെയ്യാണ്? ജോലിയിട്ട് കൂലിപ്പണിയാണ് അവര്. എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ സ്വീപ്പർ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ നീതി കിട്ടണമെന്നാണ്. നീതി കിട്ടിയേ പറ്റുള്ളൂ. അല്ലാതെ 18 വയസ്സ് ഇത് ഒരു അഥവാ നീതി കിട്ടിയില്ലെങ്കിൽ എത്ര ഇതുപോലെ പിള്ളേർക്ക് +2 കഴിഞ്ഞത്. അതെ നല്ല മാർക്കോടെ തന്നെയാണ് ജയിച്ചത്. അതെ പഠിക്കാനൊക്കെ സ്മാർട്ടാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നൊരു അങ്ങനെ ബോൾഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. പുള്ളി ബോൾഡാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. 2-3 പേരെടുത്ത് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അത് റെക്കോർഡിങ്സ് ഉണ്ട്. അതായത് എനിക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അതെനിക്ക് ഭയങ്കര ഷെയിമായി പോയി. അത്രയ്ക്ക് ആ പിഞ്ച് മനസ്സാണ്. 18 വയസ്സെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്രയ്ക്ക് മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കാണില്ല. അത്രയ്ക്ക് ഒരു കൊച്ചുകുട്ടി. നമ്മൾ അച്ഛനെ വിളിക്കും, അച്ഛൻ ജോലിക്കായിരുന്നു, ആരും ഇല്ലായിരുന്നു സ്ഥലത്ത്. വയസ്സായ മാമ ഉണ്ടായിരുന്നു. പക്ഷെ അവര് കാല് സർജറി കഴിഞ്ഞ് അവര് എന്ന് പറഞ്ഞാൽ അവളുണ്ടായിരുന്നു. അവര് പോണ ആ ഒരു ഇതില് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. കുട്ടിയെ വിളിച്ചിരുന്നു. അതായത് മൂത്ത മോളുണ്ട്, മോളെ കെട്ടണ അത്രയ്ക്കുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചിരുന്നു. പുള്ളിക്കാരനെ വിളിച്ച് കരഞ്ഞ് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മൂത്തത് ഇത് ഇളയതാണ്. 2 പേരാണ്, 2 മക്കളാണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീതി കിട്ടിയേ പറ്റുള്ളൂ. നീതി നിങ്ങൾ വാങ്ങിച്ചു തരണം. നിങ്ങളെ കൊണ്ട് അത് ഡീറ്റെയിൽസ് പറഞ്ഞില്ല. പക്ഷെ ഈ ഒരു കേസ് വരുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെയായിരിക്കും അവരെ മനസ്സിലായിട്ട് അവരെങ്ങനെയാണ്, അവരെ എങ്ങനത്തെ ടീമാണ്. നിയമമായിട്ട് നമ്മൾ തെളിവെല്ലാം അതെ കൈമാറിയിട്ടുണ്ടല്ലോ. എല്ലാം കൈമാറിയിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും.